ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി വേറൊന്നും കൊണ്ടല്ല, അടുക്കളയിൽ നിന്നും ഇത്ര പതുക്കെ പറയുന്നു. ഉണ്ണിമോൾ ഉറക്കമാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് കാണിച്ചത്. നിങ്ങളിൽ എല്ലാവരും നല്ല 100-90% ഉണ്ണിമോളെ കാണാനുള്ള അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഉണ്ണിമോളെ കാണിച്ചു തരാം. ഞാൻ അവളെ കാണിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളിച്ചിട്ട് ഉണർന്ന്. ഞാൻ പിന്നെ കണ്ടില്ലേ, വാവാറ്റി ഉറക്കിയിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് പുന്നലേക്ക് പോകണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം അങ്ങനെ രാവിലെ പോകണം. പോരാനായിട്ട് ഉണ്ണിമോൾ ഡിസ്ചാർജായി വന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിലും പോകണം. അപ്പോൾ രാവിലെ തൂത്ത് തുടയ്ക്കാനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വീടൊന്ന് ഒതുക്കി വൃത്തിയാക്കിയിടാന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്കെന്നാ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഇവിടെ തൂത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചൊക്കെ ഇടണം. രാവിലെ നമുക്ക് സമയം കിട്ടത്തില്ല തുടയ്ക്കാനൊന്നും. പോയിട്ട് പിന്നെ വൈകിട്ടാവാതെ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി തിരക്കും. അത് പോരാണ്ട് നാളെ ചൊവ്വാഴ്ചയും കൂടെ അത്യാവശ്യം നല്ല ആളും തിരക്കൊക്കെ കാണും. അപ്പം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇടാം. എന്നിട്ട് അങ്ങനെ തലേന്ന് ഡ്രസ്സ് എടുത്ത് വെക്കുന്നതുകൊണ്ട് പോകുന്ന സമയത്ത് ധൃതി എടുക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് നേരെ ചൊവ്വ മടക്കി വെക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിലൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന ഡ്രസ്സ് അടിപൊളിയാക്കുന്ന ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഗാരോന്റെ സിഗ്നിഫൈ അർമന്റ് സ്റ്റീമർ 1500 വാട്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ താണ്ട് 260 ml ഒരു ഡിറ്റാച്ചബിൾ ടാങ്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വെള്ളം ചൂടായി തിളയ്ക്കുന്ന സ്റ്റീമിലാണ് അപ്പൊ നമുക്ക് സ്റ്റീം വരുന്നത്. ജസ്റ്റ് 40-45 സെക്കൻഡ്സിൽ നമുക്ക് നമ്മുടെ ഗാർമെന്റ്സ് സ്റ്റീം ചെയ്തു തുടങ്ങാം. ഇതെനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഡിസൈനർ വെയർ, പാർട്ടി വെയർ, അതായത് ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഗാർമെന്റ്സ് ഉണ്ടല്ലോ, അത് അയൺ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഗാർമെന്റ്സിനാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ കൂടെ 2 ഡിറ്റാച്ചബിൾ നോസിലും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഏത് ഗാർമെന്റ് ആണോ അതനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അപ്പൊ ഇത് സെറാമിക് കോട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ ഇത് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് 40 സെക്കൻഡ്. ടാപ്പ് വാട്ടർ അല്ല, RO വാട്ടർ വേണം യൂസ് ചെയ്യാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് ബ്രഷ്. ഇത് ഫാബ്രിക് ബ്രഷ്. ഇത് ഡിസൈനർ വെയർ ഒക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതിന്റെ ഗുണം എന്താണെന്നറിയാം? നമ്മുടെ ഈ ചില സമയത്ത് നമ്മൾ ഈ ഡാർക്ക് കളർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ പൊടി അഴുക്കൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് സ്റ്റീം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഡ്രസ്സിലുള്ള ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് സ്റ്റീം ചെയ്താൽ മതി, എല്ലാം അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത് രണ്ടും നോക്കി വെച്ചോ കേട്ടോ. ഇത് വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കണ്ടോ, ജസ്റ്റ് 45 സെക്കൻഡിൽ സ്റ്റീം വന്നു തുടങ്ങി. 1500 പോട്ടിന്റെ സ്റ്റീമർ ആട്ടോ ഇത്. എ പ്ലഗ് ആയതുകൊണ്ട് തന്നെ യൂസർ സേഫുമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഡ്രസ്സ് ആട്ടോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇങ്ങനെ സ്റ്റീം ചെയ്ത് അടിപൊളിയാക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് സേഫ്റ്റി ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ കറക്റ്റ് നോക്കിയപ്പോഴത്തേക്ക് 45 സെക്കൻഡ്സിൽ സ്റ്റീം വന്നു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 50 മിനിറ്റ്സ് സ്റ്റീം വന്നുകൊണ്ടിരിക്കും. ഓട്ടോ കട്ട് ഓഫ് ആണ്. ഇത് ഓവർ ഹീറ്റ് ആയിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് സേഫ് ആട്ടോ. അപ്പൊ അത്യാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് യൂസ് ചെയ്യുക. കാരണം അത്രയ്ക്ക് ഹീറ്റോട് കൂടിയല്ലേ വരുന്നത്. 1-2 തവണ ആക്കുമ്പോൾ തന്നെ ആ സൈഡും ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഇതിൽ ഡ്രൈ ബ്ലോഡറിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സുപ്പീരിയർ ഹീറ്റ് ഡിസ്ബ്യൂസർ ആയതുകൊണ്ട് തന്നെ പിടിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. ഇതുകൊണ്ട് സുളുവ് മാറുക മാത്രമെന്നല്ല, ഈ ഫാബ്രിക്കിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്ചർ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ട് കിട്ടും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാറ്റൻ, സിൽക്ക്, അങ്ങനെ ഏത് തരമുള്ള മെറ്റീരിയലും നമുക്ക് ഇത് സേഫ് ആയിട്ട് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം എനിക്കിത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു സെറ്റാക്കി വെച്ചു. ഇനി 2-3 ദിവസം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ട്. ഇനി അതിനെ വെച്ച് വിഷമിപ്പിച്ച് അതിനെ ഇനി സങ്കടപ്പെടുത്തണ്ട. ഇനി നമുക്കതെടുത്ത് ചെത്താം. ഇതാണ് നമ്മളെ പൈനാപ്പിൾ. പൈനാപ്പിൾ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പൈനാപ്പിളൊക്കെ ഉപ്പും മുളകും ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വേണ്ട. അപ്പം എനിക്ക് ഈ പൈനാപ്പിൾ പോലെ തന്നെ ഈ പഴുത്ത മാങ്ങയും ഉപ്പും മുളകും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മുടെ പരിശ്രമം വിജയിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാ ദിവസവും നൈറ്റ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. എല്ലാ ദിവസവും രാത്രി ഞാനൊരു യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഫേസ് പാക്ക് ഏതാന്ന് വെച്ചാൽ അതെടുത്താൽ മതി. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പം ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഒരു കുളി പാസ്സാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ.
കാരണം എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുളി അത് മസ്റ്റാണ്. അങ്ങനെ ഗൈസ് കണ്ടോ, ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതൊക്കെ ഇട്ടിട്ടും ഒരാളവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ഞാൻ കാണിച്ചത് നല്ല ഉറക്കമാണ്. അപ്പം നമുക്ക് ആളിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങണം. ഇതൊക്കെ അത്യാവശ്യം ഉണങ്ങി പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് പോയി കുളിക്കാം. അതിന് മുമ്പ് നമുക്ക് ഉണ്ണി എൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. എവിടെ നിന്ന് കിട്ടി? എന്നെ ഒന്ന് നോക്കാവോ? എന്നെ കണ്ടില്ലേ? കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഈ ഇരുട്ടത്ത് ഞാൻ ഈ ഒരു നൈറ്റിയൊക്കെ ഇട്ട് മുഖത്തിങ്ങനെയൊക്കെ പൂശി റോട്ടിന്റെ നടുക്ക് നിൽക്കുവാണെങ്കിൽ ആൾക്കാർ പേടിക്കും. ഇവിടെ എങ്ങും വേറെ അടുത്തൊന്നും വീടില്ല കണ്ടോ. അതൊക്കെ ഒരുമാതിരി പ്രേതാലയം കൂട്ടാ. അപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ജൂലിക്ക് ചോറ് കൊടുക്കണം. അപ്പൊ ജൂലിക്കുള്ള ചോറും കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറും. പിന്നെ ഇനി കുളിച്ച് ഇട്ടൊക്കെ കയറി കിടക്കും. ഇനി നമുക്ക് എന്നെ കാണുന്നുണ്ടോ? ഇനി നമുക്ക് ജൂലിക്ക് ചോറ് കൊടുക്കാം. അങ്ങനെ ജൂലിക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ. ഞങ്ങൾ ലേറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവളെ ഫുഡുണ്ട്. ജൂലി 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 ജൂലി. അപ്പൊ ഗൈസ് ഇനിയിപ്പം ഉണ്ണിയണ്ണൻ ജൂലിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ.